പരീക്ഷ പാസ്സാവുക, ഭഗവാന്റെ സാന്നിധ്യം മനസ്സിൽ ഉണ്ടാവുക, എല്ലാം വിചാരിച്ച മാതിരി നടക്കുക. എന്താ കഥ! നമസ്കാരം സാർ, ഞാൻ രമ്യയാണേ. ഒരു അനുഭവം ഉണ്ടായിട്ടോ. മോൻ SSLC പാസ്സായി, 80% മാർക്കുണ്ട്. എന്നാൽ കൊടുത്ത വിഷയത്തിൽ 3 അലോട്ട്മെന്റിൽ വന്നില്ല. എന്നാൽ മറ്റൊരു സ്കൂളിൽ അഡ്മിഷനായിട്ട് 20,000 രൂപ നൽകി സീറ്റ് ഉറപ്പിച്ചു. അവിടെ കോമേഴ്സ് സീറ്റിനാണ് നൽകിയത്. എനിക്കും മോനും എല്ലാം വളരെ വിഷമം ഉണ്ടായിട്ടോ. എങ്കിലും നൽകി. എന്താ ചെയ്യുക, വേറെ രക്ഷയില്ലായിരുന്നു. ക്ലാസ് തുടങ്ങാനുള്ള സമയമായപ്പോൾ അവനെ ഹ്യൂമാനിറ്റീസിലേക്ക് മാറ്റാമെന്ന് അവർ പറഞ്ഞു. അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ലായിരുന്നു കേട്ടോ. യൂണിഫോം തിരികെ നൽകി, രൂപ മേടിച്ചു, തൊട്ടടുത്ത സ്കൂളിൽ അന്വേഷിച്ചു. പ്രിൻസിപ്പൽ പറഞ്ഞു, നിനക്ക് ചാൻസ് കിട്ടാതെ പോയത് അനുഗ്രഹമാണ്, ശാപമല്ല. കാരണം എത്രയോ കുട്ടികൾക്ക് അവിടെ കിട്ടാതെ പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിക്കുന്നത്. അവരിവിടെ എത്താൻ വേണ്ടി കൊതിക്കുന്നു. എന്തെന്നാൽ A+കാരാണ് പലരും. മാനേജ്മെൻറ്റ് കോട്ട പോലും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നീ എന്തായാലും അപ്ലിക്കേഷൻ നൽകൂ, തീർച്ചയായും നിനക്ക് ലഭിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചാൻസ് കിട്ടിയത് പറഞ്ഞത് പ്രിൻസിപ്പാൾ തന്നെയായിരുന്നു. എല്ലാം ഭംഗിയായി നടന്നു, പൈസ കൊടുക്കാതെ തന്നെ. എന്താ കഥ! വർഷങ്ങളായിട്ട് ഈ സ്കൂളിൽ 100% വിജയമാണ്. അധ്യാപകരും വളരെയധികം കുട്ടികൾക്കായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്രിൻസിപ്പാളിനെ പോലെ പ്രവർത്തിക്കുന്ന സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലെ ഓരോ ഏടുകളാണ് നമ്മുടെ അനുഭവങ്ങളായിട്ട് എത്തുന്നത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഏതൊക്കെയോ ലോകത്തിലേക്ക് സഞ്ചരിക്കില്ലേ. ഏതോ ഒരു സ്കൂളിലെത്തി, ഏതോ ഒരു സ്കൂളിലെ അഡ്മിഷൻ, ഏതോ ഒരു പ്രിൻസിപ്പാള് അനുഭവം പറഞ്ഞ ഒരു സഹോദരി, എല്ലാം നമ്മൾ കേൾക്കുകയാണ്. എന്താ കഥ! ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ അറിയാതെ നമ്മുടെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര ആളുകളുടെ അനുഭവമാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? എന്തെല്ലാം അനുഭവങ്ങളാണ്! വളരെ വളരെ തീഷ്ണമായ അനുഭവങ്ങൾ, ഭക്തി നിർഭരമായ അനുഭവങ്ങൾ, ജീവിതത്തിലെ ഓരോരോ ഏടുകൾ, അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര കാലമായിട്ട്. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഗ്രൂപ്പിൽ ഉച്ചപൂജാലങ്കാരം പറയലും രാവിലെ ആകുമ്പോൾ തിരക്കായി. പിന്നെ ഒരുപാട് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയേണ്ടത്? ഹരേ കൃഷ്ണ.